പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ഇന്നലെ ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്ത് നമ്മൾ പറഞ്ഞു ശബരിമലയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന പെരുങ്കൊള്ള സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകൽക്കൊള്ള, ഡേ ലൈറ്റ് റോബറി സംബന്ധിച്ച് സുപ്രീം കോടതി കേരള ഹൈക്കോടതി, കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി അതിൻ്റെ ഇടക്കാല ഉത്തരവുകളിലൂടെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. പി രാജാ വിജയരാഘവനും കെ വി ജയകുമാറും അടങ്ങുന്ന കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒക്ടോബർ 6-ാം തീയതി ഹൈക്കോടതി പുറപ്പെടുവിച്ച ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയിൽ അവർ വെളിച്ചത്ത് കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗം, നമ്മൾ ആ രണ്ടാം ഭാഗത്തെ ചർച്ചയിലേക്ക് പോവുകയാണ്. ആ ചർച്ചയിൽ അവിടെ കോടതി 6-ാം തീയതിയിലത്തെ ആ വിധിന്യായത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത് ഇതുവരെ ഉണ്ടായ സംഭവങ്ങളാണ്. എന്നാൽ 6-ാം തീയതിയിലത്തെ വിധിന്യായത്തിൽ അവർ ചർച്ച ചെയ്ത പുതിയ വിഷയങ്ങളാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. അതിൽ കോടതി പറയുന്നത് ഒരു കത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് കോടതി ആ ഭാഗം ആരംഭിക്കുന്നത്. 17-ാം ഖണ്ഡികയിൽ അത് പറയുന്നത് മാനേജർ ഫിനാൻസ് മക്ഡൗവൽ കമ്പനി, യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പിൻ്റെ ആ കമ്പനിയുടെ സെക്രട്ടറി, ആ കമ്പനിയുടെ മാനേജർ ഫിനാൻസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് അയച്ച ഒരു കത്ത് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കോടതിയിൽ സമർപ്പിച്ചു. ഈ കത്തിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ജോലികളുടെ വിശദ വിവരങ്ങളും ശബരിമല CIF സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഗോൾഡ് ക്ലാഡ് ചെയ്യാൻ ഉപയോഗിച്ച സ്വർണത്തിൻ്റെ തൂക്കം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അതിൽ നൽകുന്നു. എന്നാൽ ഈ ബ്രൂവറി ഗ്രൂപ്പ്, UB ഗ്രൂപ്പ്, മല്ലയ്യയുടെ ഗ്രൂപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ജോലികളുടെ വിശദാംശങ്ങൾ മാത്രമല്ല, ശ്രീകോവിൽ ഗോൾഡ് കൊണ്ട് പൊതിയുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ തൂക്കം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ആ കത്തിൽ ഉണ്ട് എന്നാണ് കോടതി പറയുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അംഗീകാരമുള്ള ഈ കത്തിൽ ശ്രീകോവിലിന് ഇരുവശമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ 1564.2 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ 1.56 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായി ഈ ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര സ്വർണം പൂശി എന്നുള്ളതിൻ്റെ കണക്ക് ഈ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഈ കത്തിലൂടെ പുറത്തു വരികയാണ്. ശ്രീകോവിൽ മുഴുവൻ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 30.29 കിലോ സ്വർണം ഉപയോഗിച്ചതായും അതിലൂടെ കണ്ടെത്തി. എന്നിട്ട് കോടതി പറയുന്നത് ഈ രേഖ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയ ദ്വാരപാലക ശില്പങ്ങൾ 1.5 കിലോ സ്വർണത്തിൽ ക്ലാഡ് ചെയ്തതായിരുന്നു എന്നും, അതായത് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്നും 19/7/2019 മഹസറിൽ തെറ്റായി കാണിച്ച പോലെ അത് വെറും ചെമ്പ് തകിടുകൾ ആയിരുന്നില്ല എന്നുമാണ്. നമുക്കറിയാമല്ലോ 19/7/2019 ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത കത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടുകളാണെന്ന് പറഞ്ഞിരുന്നു. അത് ആയിരുന്നില്ല എന്നും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് 1.5 കിലോ സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നുമാണ് ഇപ്പോൾ കോടതി ഇതിലൂടെ പുറത്തു കൊണ്ടിരുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ അവിടെയാണ് കോടതി വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നത്. അതെന്താണ്? ഈ വെളിപ്പെടുത്തലുകൾ കേസിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുകയും കേസിൻ്റെ പരിധിയിലേക്ക് തെറ്റ്, ക്രിമിനൽ അപ്രോപ്രിയേഷൻ, ക്രിമിനൽ ബ്രീച്ച് എന്നീ കുറ്റങ്ങളുടെ ഘടകങ്ങളെ ഉൾച്ചേർക്കുകയും ചെയ്യുന്നു. അതായത്
യു വി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശാൻ 1.56 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിരുന്നുവെന്നും 19/7/2019 മഹസറിൽ പറഞ്ഞതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുതകിട് അല്ല എന്നും കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് എന്താണ്? ദിസ് റെവലേഷൻ ഫണ്ടമെന്റലി ഓൾട്ടേഴ്സ് ദ കോംപ്ലക്ഷൻ ഓഫ് ദ കേസ് and brings within its fold the ingredients of the offenses of theft, criminal appropriation and criminal breach of trust. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ തെഫ്റ്റ്, ക്രിമിനൽ അപ്രോപ്രിയേഷൻ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നീ കുറ്റങ്ങളുടെ ഘടകങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് കോടതി ആദ്യം പറയുകയാണ്. ഗോൾഡ് പ്ലേറ്റിങ്ങിനായി ഇളക്കിക്കൊണ്ടുപോയ സാധനങ്ങൾ തിരികെ കൊണ്ടുവന്നപ്പോൾ രേഖപ്പെടുത്തിയ തൂക്കത്തിൽ ഏതാണ്ട് 4.5 കിലോ തൂക്കത്തിൻ്റെ കുറവുണ്ടായത് അതീവ ഗുരുതരമായിട്ടുള്ള വസ്തുതയാണ്. പിന്നീട് തൂക്കക്കുറവിനെ പറ്റി പറയുകയാണ്, അത് അതീവ ഗുരുതരമായിട്ടുള്ള വസ്തുതയാണ്. ഈ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും തട്ടിപ്പിന് കാരണമായ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ ഉണ്ടാവുകയും വേണം എന്ന് ഞങ്ങൾ നിരീക്ഷിച്ചു. അതാണ് കോടതി പറയുന്നത്. അവർ ഏർലിയർ അപ്രിഹെൻഷൻ ഏതാണ്? In view of these findings, we observed that the accountability must be fixed and appropriate action initiated all responsible. എന്ന് പറയുക. എന്നിട്ട് കോടതി പറയുന്നതാണ്, ഇപ്പോൾ സംശയലേശമന്യെ തെളിയുന്ന വസ്തുത UB ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത പരമ്പരാഗത രീതിയിലുള്ള 1998-99 നടന്ന ഗോൾഡ് ക്ലാഡിങ്ങിന് ദ്വാരപാലകർക്ക് മാത്രം 1.5 കിലോ കൂടുതൽ സ്വർണം ഉപയോഗിച്ചു എന്നാണ്. സന്നിധാനത്തിൽ തിരികെ പിടിച്ചത്. അപ്പം എന്താ പറയുന്നത്? there appears to be അതായത് എന്താ പറയുന്നത്? it can now be unmistakably concluded. അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് കൺക്ലൂഡ് ചെയ്യാവുന്ന എന്താണ്? ഗോൾഡ് ക്ലാഡിംഗ് എക്സിക്യൂട്ടഡ് ത്രൂ ട്രഡീഷണൽ മെത്തേഡ്സ് in 1998-99 sponsored by the UB group utilized more than 1.5 kilograms of gold for Dwarapalagas alone. എന്നിട്ട് കോടതി നിർണായകമായിട്ടുള്ള നിരീക്ഷണം നടത്തുകയാണ്. എന്താണ്? അവർ ഏർലിയർ അപ്രിഹെൻഷൻ that the items refixed at the Sannidhanam were a different set of copper plates now appears fully justified in the light of the foregoing facts. There appears to be a distinct and grave possibility that the original gold-cladded Dwarapalagas were disposed of to a willing purchaser for a substantial monetary consideration and that the proceeds thereof were misappropriated by those responsible for fraud. Only a detailed, meticulous and professionally conducted investigation can unravel the full extent of the wrongdoing and bring to light the facts of this matter. അതായത് ഇപ്പോൾ സംശയലേശമന്യെ തെളിയുന്ന വസ്തുത UB ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത പരമ്പരാഗത രീതിയിലുള്ള 1998-99 നടന്ന ഗോൾഡ് ക്ലാഡിങ് ദ്വാരപാലകർക്ക് മാത്രം 1.5 കിലോ കൂടുതൽ സ്വർണം ഉപയോഗിച്ചു. എന്നിട്ട് പറയുന്നതാണ്, സന്നിധാനത്തിൽ തിരികെ പിടിപ്പിച്ചത് മറ്റൊരു സെറ്റ് ചെമ്പ് തകിടുകൾ ആവാം എന്ന ഞങ്ങളുടെ സംശയം മേൽപ്പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ യഥാർത്ഥ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകരെ ആർക്കോ വിറ്റിരിക്കാമെന്നും തട്ടിപ്പ് നടത്താനായി കിട്ടിയ പണം ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നും എന്ന ഗുരുതരമായ സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് വിശദവും കാര്യക്ഷമവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ഇത്ര ഗുരുതരമായിട്ടുള്ള കണ്ടുപിടുത്തം ആലോചിച്ച് നോക്കി. അതായത് സ്വർണം പൂശിയ ദ്വാരപാലകരെ വേർക്കോ ആർക്കെങ്കിലും വിറ്റിരിക്കാമെന്നും ആ കിട്ടിയ പണം തിരിമറി നടത്തിയിട്ടുണ്ടായിരിക്കാമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് സുഹൃത്തുക്കൾ. ഇനി 18ാമത്തെ ഖണ്ഡിക. Yet another shocking revelation that has come to our notice is an email dated 19/12/2019 issued by the 7th respondent Unnikrishnan Namboothiri from the email vichuvt@yahoo.com. അത് vichuvt എന്ന് പറഞ്ഞ yahoo.com-ൽ നിന്ന് ആ ഇമെയിലിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 9/12/2019 എഴുതിയ ഒരു ഇമെയിൽ ആണ് അടുത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ആ ഇമെയിൽ അയച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്. പ്രസക്തമായ കാര്യം, ദ്വാരപാലക ശില്പങ്ങൾ തിരികെ പുനഃസ്ഥാപിച്ചതിന് ശേഷം 11/8/2019 ഈ കത്തയച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണ്? ബഹുമാനപ്പെട്ട സാർ, ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എനിക്ക് അങ്ങേ അറിയിക്കാനുള്ളത് ഗോൾഡ് വർക്ക്, അതായത് തിരുവിതാംകൂറിലെ ശ്രീകോവിലിൻ്റെ പ്രധാന
വാതിലുകൾ, ദ്വാരപാലകർ എന്നിവയുടെ സ്വർണം പൂശുന്ന പ്രവർത്തനം കഴിഞ്ഞ് കുറച്ച് സ്വർണം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. I have some gold balance in my hand after finishing the gold work of Shabarimala Sanctum Sanctorum main door and Dwarapalagas. I would like to use it for a girl's marriage who needs support and genuine in coordination with Thiruvidaംകൂർ ദേവസ്വം ബോർഡ്. Please give your valuable opinion in this regard. ഈ ബാക്കിയുള്ള സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ചേർന്ന് ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിന് അങ്ങയുടെ അഭിപ്രായം അറിയണം. ഇതാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എഴുതിയ ഒരു കത്താണ്. ആ കത്തിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ വായിച്ചത്. സുഹൃത്തുക്കളെ, ഈ കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചുകൊണ്ട് തിരുവാഭരണം കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് അവരിൽ നിന്ന് റിപ്പോർട്ട് നേടി. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കത്ത് കിട്ടുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്യേണ്ടത് അന്ന് എൻ വാസുവാണ്. അദ്ദേഹം ചെയ്യേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നത്? എങ്ങനെയാണ് സ്വർണം നിങ്ങളുടെ കയ്യിൽ ബാക്കി വന്നത്? അങ്ങനെ സ്വർണം ബാക്കി വന്നെങ്കിൽ തന്നെ ആ സ്വർണം ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടതല്ലേ? അത് തിരിച്ചു തരുന്നതിന് പകരം അതൊരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറുപടി അയക്കേണ്ട എൻ വാസു എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം അംഗീകരിച്ചുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് റിപ്പോർട്ടർക്കും പിന്നെ ഈ കത്ത് കൈമാറി എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ആൻ എൻഡോഴ്സ്മെന്റ് വാസ് മെയ്ഡ് ബൈ ദ അഡ്രസി കോളിംഗ് ഫോർ ദ റിപ്പോർട്ട്സ് ഓഫ് ദ തിരുവിതാഭരണം കമ്മീഷണർ ആൻഡ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻ റെസ്പോൺസ് ടു ദ എബവ് ഇമെയിൽ, ഈ ഇമെയിലിന് മറുപടിയായി തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി 17/12/2019 തിരുവാഭരണ കമ്മീഷണർക്ക് ഒരു കത്തയക്കുകയാണ്. തിരുവാഭരണ കമ്മീഷൻ അതിനകത്ത് പറയുന്നത് എന്താണ്? ശബരിമല ശ്രീകോവിലിലെ വാതിലിലും ദ്വാരപാലകർക്കും സ്വർണം പൂശിയത് കഴിച്ച് സ്പോൺസറായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നീക്കിയിരിപ്പുള്ള സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് വിനിയോഗിക്കുന്നതിന് സൂചനയായി അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. ആയതിന് താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർക്ക് കത്തയക്കുകയാണ്. അയാൾ ഒരു ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. അയാളും ഇതിന് അംഗീകാരം കിട്ടണമെന്ന് പറഞ്ഞ് കത്തയക്കുകയാണ്. എന്നിട്ട് കോടതി പറയുകയാണ്, 9/12/2019 ഇമെയിൽ പരിശോധിക്കുകയും 17/12/2019 സെക്രട്ടറിയുടെ കത്തുമായി ഇത് ചേർത്ത് വായിക്കുകയും ചെയ്യുമ്പോഴും മനസ്സിലാവുന്ന കാര്യം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പ്ലേറ്റ് ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടും അധിക സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് പകൽ പോലെ വ്യക്തമാകുന്നു എന്ന് കോടതി പറയുകയാണ്. മേൽപ്പറഞ്ഞ ഇമെയിലിൽ നിന്ന് മനസ്സിലാകുന്നത് അയാൾ കൈവശമുള്ള അധിക സ്വർണം തനിക്കറിയാവുന്നതും തൻ്റെ ബന്ധുവുമായ ഒരു യുവതിയുടെ വിവാഹം നടത്താൻ തിരുവിതാംകൂർ പ്രസിഡന്റ് അനുവാദം തേടിയെന്നാണ്. എന്നിട്ട് കോടതി എന്താ പറയുന്നത്? This revelation is deeply disturbing and exposes yet again the extent of impropriety involved. It unmistakably demonstrates the alarming manner in which Devasam officials had acted in concert with Unnikrishan Namboothiri, betraying both the sanctity of the single property, temple property, and trust reposed in them by the devotees. എന്താ കോടതി പറയുന്നത്? കോടതി പറയുന്നത് ഈ വെളിപ്പെടുത്തൽ ആഴത്തിൽ ആശങ്ക ഉളവാക്കുന്നതും yet again the extent of impropriety involved. It unmistakably demonstrates the alarming manner in which, അതായത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണത്. എന്താണ്? ചില ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ചേർന്നുകൊണ്ട് ഈ ക്ഷേത്ര സ്വത്തിൻ്റെ പരിഭാവനതയെ അതിനെ ബിട്രേ ചെയ്യുകയും അതിനെ ചതിക്കുകയും അയ്യപ്പ ഭക്തർ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ കാഴ്ചവെച്ച വിശ്വാസത്തെയും തകർക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തെളിയുകയാണ്. ഇതാ കോടതി. ഇറ്റ് അൺമിസ്റ്റേക്കബിളി ഡെമോൺസ്ട്രേറ്റ്സ് ദ അലാമിംഗ് മാനർ ഇൻ വിച്ച് സർട്ടൻ ദേവസ്വം ഒഫീഷ്യൽസ് ഹാഡ് ആക്ടഡ് ഇൻ കൺസേർട്ട് വിത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ബിട്രേയിങ് ദ സാങ്ക്ടിറ്റി ഓഫ് ദ ടെമ്പിൾ പ്രോപ്പർട്ടി ആൻഡ് ദ ട്രസ്റ്റ് റിപ്പോസ്ഡ് ഇൻ ദം ബൈ ദി ഡിവോട്ടീസ്. എന്നിട്ട് 10/10/2025 അന്വേഷണം നടത്തി കോടതിക്ക് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ പറഞ്ഞതായിട്ട് കോടതി പറയും. എന്നിട്ട് 24ാമത്തെ പാരഗ്രാഫിൽ കോടതി വിശദമായി ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കുകയാണ്. എന്താണ് കോടതി പറയുന്നത്? ഹാവിംഗ് കെയർഫുള്ളി ഗോൺ ത്രൂ ദ എൻറ്റയർ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്,
അതായത് ഈ മൊത്തം സംഭവ വികാസങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ we have no hesitation in holding that the findings recorded by the vigilance officer prima facie disclose the commission of several offences under the Bharatiya Nyaya Samhita 2023. അതായത് ഈ സംഭവ വികാസങ്ങൾ നടന്നതിൻ്റെ അതിൻ്റെ പിന്നെ ക്രോണോളജി പരിശോധിച്ച് നോക്കിയാൽ 2023 ഭാരത ന്യായ സംഹിതയിൽ പറയുന്ന പല കുറ്റങ്ങളും ഇവിടെ നടന്നു എന്ന് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യാ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. We are convinced that a full-fledged and impartial investigation is required to identify and bring to book every person culpable in the matter. അതായത് ഈ വിഷയത്തിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും സമഗ്രമായ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. Responsibility in our considered view does not rest solely with respondents number 7 and 8 but extends to certain officials other officers of the Devasam Board President. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സ്മാർട്ട് ക്രിയേഷൻസിന് മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്, ദേവസ്വം ബോർഡിലെ മറ്റ് ചില ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. The communications and records clearly reveal that these officers were privy to the transactions and the unlawful handing over of gold in flagrant violation of the provisions contained in the Devasam Manual. അതായത് ഇതിൻ്റെ എഴുത്തുകൂത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വർണം നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഇടപാടുകൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നുവെന്നും അത് ദേവസ്വം മാനുവലിലെ നിബന്ധനകൾ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് എന്നും തെളിയിക്കപ്പെടുകയാണ്. ഈവൻ മോർ അലാമിംഗ് ഈസ് ദ ഫാക്ട് ദാറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആർട്ടിക്കിൾസ് റിട്ടേൺഡ് ആഫ്റ്റർ 2019 പ്ലേറ്റിംഗ് വെർ നോട്ട് വെയ്ഡ് ബൈ ദി ഓഫീസേഴ്സ് കൺസേൺഡ്. ഇതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സ്വർണം പൂശി 2019 തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അതിൻ്റെ തൂക്കം എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. The materials on record make it evident that they were fully aware of both the reduction in the weight of the articles and the prior gold cladding of the Dwarapalaga in 98-99. കൈവശമുള്ള രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വർണം പൂശുന്നതിന് മുമ്പ് ഇവയുടെ ഈ സാധനങ്ങളിൽ ഉണ്ടായിരുന്ന തൂക്കക്കുറവും, അതായത് 1998-99 ഗോൾഡ് ക്ലാഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൂക്കത്തിലുണ്ടായിട്ടുള്ള കുറവിനെ കുറിച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് സച്ച് നോളജ് ദ ഐറ്റംസ് വെർ എഗെയിൻ ഇൻട്രസ്റ്റഡ് ഫോർ ഗോൾഡ് പ്ലേറ്റിംഗ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഇതേ സാധനങ്ങൾ ഗോൾഡ് പ്ലേറ്റിങ്ങിന് കൊടുത്തു. In the Mahasar, the articles were misleadingly described as mere gold copper plates, omitting the reference to the original gold cladding. അതായത് മഹസറിൽ ഗോൾഡ് ക്ലാഡിങ്ങിന് മുമ്പുള്ള കാര്യം പറയാതെ ഇത് ചെമ്പ് തകിടുകളാണെന്ന് പറയുകയും വിച്ച് കണ്ടെയ്ൻഡ് നോട്ട് ലെസ് ദാൻ 1 കിലോഗ്രാം 1.5 കിലോഗ്രാം സ്വർണമുള്ള അത് പരിഗണിക്കാതെ ചെമ്പ് തകിടുകളാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. Having bestowed our anxious consideration upon the entire factual matrix, അതായത് മൊത്തം കാര്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ we are of the considered view that a special investigation team consisting of officers of unquestionable integrity is indispensable to conduct a thorough and effective probe in the matter. ഇതിന്റെ പശ്ചാത്തലത്തിൽ വളരെയേറെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം ഈ വിഷയം സമഗ്രമായി പരിശോധിക്കണം എന്നാണ് ഞങ്ങൾ നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നിട്ട് 25-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നതാണ്, ഞങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തെ കണ്ടുപിടിക്കുകയാണ്. എച്ച് വെങ്കടേശ് എന്ന് പറഞ്ഞ ADGP ലോ ആൻഡ് ഓർഡറുടെ നേതൃത്വത്തിൽ എസ് ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SP ആയിരിക്കും അന്വേഷണം നടത്തുക. അതിനകത്ത് 3 സബ് ഇൻസ്പെക്ടർമാരുണ്ടായിരിക്കും. അവരായിരിക്കും അടങ്ങുന്ന 5 പേരായിരിക്കും ഈ അന്വേഷണം നടത്തുക. അന്വേഷണ സംഘം കോടതിയോട് ആയിരിക്കണം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, അവർ 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കോടതി 10/10/2025 അടുത്ത സിറ്റിങ്ങിനായി കോടതി വെച്ചു. സുഹൃത്തുക്കൾ, ഇതിൽ നിന്ന് തെളിയുന്നത് ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തട്ടിപ്പുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ
ദേവസ്വം ബെഞ്ച് രാജാ വിജയരാഘവനും KV ജയകുമാറും പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തട്ടിപ്പുകളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സുപ്രധാനമായിട്ടുള്ള തട്ടിപ്പുകൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ തട്ടിപ്പുകൾ പ്രധാനപ്പെട്ടത് പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു. എന്നിട്ട് കോടതി എന്താ ചെയ്തത്? ആദ്യം കോടതി ശബരിമലയിലുള്ള സ്വത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടും അത് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മുൻ റിട്ടയർഡ് ജഡ്ജായിട്ടുള്ള ശ്രീമാൻ KT ശങ്കരൻ, കാര്യക്ഷമതയുള്ള ഒരു ജഡ്ജിനെ ആദ്യം കോടതി നിയോഗിച്ചു. അതിനുശേഷം കോടതി തട്ടിപ്പുകൾ ഒരുപാട് പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. കോടതി അവിടെ നിർത്തിയില്ല. കോടതി അന്വേഷണം സർക്കാരിനെ ഏൽപ്പിച്ചില്ല. കോടതി അന്വേഷണം സർക്കാരിനോട് നടത്തിക്കൊള്ളാൻ പറഞ്ഞില്ല. അതിനു പകരം കോടതി എന്ത് ചെയ്തു? ഒരു അന്വേഷണ സംഘത്തെ കോടതി ഹാൻഡ് പിക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം 5 ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു സംഘത്തിനെ കണ്ടുപിടിച്ചു. ആ സംഘത്തെ നയിക്കുന്നത് H. വെങ്കടേഷ് ADGP, ലോ ആൻഡ് ഓർഡറിലെ ADGP ആയിരിക്കും. അന്വേഷണം നടത്തുന്നത് S. ശശിധരൻ എന്ന് പറയുന്ന ഒരു SP ആയിരിക്കും. അതിൻ്റെ കീഴിൽ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൽ ADGP ലെവലിലുള്ള ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് H. വെങ്കടേഷ് എന്നുള്ളത് നമുക്കറിയാം. S. ശശിധരൻ ആരാ? S. ശശിധരൻ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞനുസരിച്ച് വലിയൊരു തട്ടിപ്പുകാരനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള വിഷയത്തിൽ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ നിയമിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ് S. ശശിധരൻ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളുടെ തട്ടിപ്പ് പോലും അന്വേഷിക്കാൻ ഹൈക്കോടതി വെച്ച ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ഏറ്റവും സത്യസന്ധനായിരിക്കുമല്ലോ. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് ഈ പിന്നെ ശബരിമലയിലെ പെരുങ്കൊള്ള അന്വേഷിക്കാനും ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ കീഴിൽ 3 സബ് ഇൻസ്പെക്ടർ ലെവലിലുള്ള 3 ഉദ്യോഗസ്ഥന്മാരെയും ഹൈക്കോടതി കണ്ടുപിടിച്ച് ആ സംഘത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് ഹൈക്കോടതി എന്താ പറയുന്നത്? ഞങ്ങൾ നേരിട്ട് ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യണം. വേറെ ഒരു സ്വാധീനത്തിന് വഴങ്ങാൻ പറ്റില്ല. ഞങ്ങളോട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. 6 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണം. അപ്പോൾ ഇതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കോടതി കൊടുക്കുന്ന മെസ്സേജ് എന്താ? സർക്കാരിൻ്റെ ഒരു സ്വാധീനത്തിനും വഴങ്ങാൻ പാടില്ല. സർക്കാരിൻ്റെ ഒരു സ്വാധീനത്തിന് വഴങ്ങാനും ഞങ്ങൾ സമ്മതിക്കില്ല. സർക്കാരിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിയാൽ ഞങ്ങൾ പിടിക്കും. നിങ്ങളുടെ ഈ കണ്ടെത്തലുകളും അന്വേഷണം മുഴുവൻ ഞങ്ങളാണ് പരിശോധിക്കുന്നത്, അല്ലാതെ സർക്കാരല്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇടം വലം തിരിയാൻ പറ്റില്ല. ഈ H. വെങ്കടേശനായാലും ഈ ശശിധരനായാലും ഇടം വലം തിരിയാൻ പറ്റില്ല. ആ തട്ടിപ്പ് അന്വേഷിച്ച് കണ്ടെത്തി 6 ആഴ്ചയ്ക്കകം പിന്നെ കോടതിയെ അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്വം മാത്രമേ അന്വേഷണ സംഘത്തിനുള്ളൂ. അതിൽ അന്വേഷണം ഇടം വലം തിരിഞ്ഞാൽ കോടതി ചെവിക്ക് പിടിക്കും എന്നുള്ള കാര്യം ഈ അന്വേഷണ സംഘം മനസ്സിലായിരിക്കുന്നത് നന്നായിരിക്കും. അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ H. വെങ്കടേശൻ്റെ സീനിയർ ആയിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്. അത് ഏത് ജഡ്ജി വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഉണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അന്വേഷണം സംബന്ധിച്ച് ഒരു വഴിതിരിയലും ഈ ദേവസ്വത്തിൻ്റെ ഡിവിഷൻ ബെഞ്ച് അനുവദിക്കുക. അയാൾക്ക് ചിലപ്പം ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ആയിട്ട് ബന്ധവും കാര്യമൊക്കെ ഉണ്ടാവും, അറിയത്തില്ല, അങ്ങനെയൊക്കെ ആരോപണങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഹൈക്കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ച് ഉണ്ടല്ലോ, ഈ ദേവസ്വം ബെഞ്ച്, രാജാ വിജയരാഘവൻ്റെയും KV ജയകുമാറിൻ്റെയും ബെഞ്ച് അന്വേഷണത്തിൽ ഒരു അട്ടിമറിക്കും അവർ സമ്മതിക്കില്ല. അവരുടെ മുന്നിൽ യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിക്കേണ്ടി വരും. ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്, ഏതൊക്കെ രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയും എന്നുള്ള കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയുടെ രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഈ ദേവസ്വം ബെഞ്ച് ഈ ശബരിമലയിൽ നടന്ന പെരുംകൊള്ളയുടെ അടിവേര് വരെ കണ്ടുപിടിക്കും എന്നും ആ പെരുംകൊള്ള നടത്തിയവരെയും ഈ കോടതി കണ്ടുപിടിക്കുമെന്നും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അവരെ ശിക്ഷിക്കുമെന്നുമുള്ള കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഹൈക്കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ചിൽ എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ച് ഈ 6 ആഴ്ച കഴിയാൻ വേണ്ടിയിട്ട് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്.